എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ഇന്ന് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ ഉള്ളപ്പം ചിക്കനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ടക്കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എവരിഡേ ഈസി ആയിട്ടുള്ള മുട്ടക്കുറുമ പോലെ തന്നെ ഷോർട്ട് കട്ട് ഉണ്ട്. അതുകൊണ്ട് സാധാരണ മുട്ടക്കുറുമ ഉണ്ടാക്കുന്ന അത്രയൊന്നും നമ്മൾ സമയം എടുക്കില്ല. വളരെ എളുപ്പത്തിൽ ഉള്ളിയൊന്നും വഴറ്റാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ റെസിപ്പീസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും പ്രഷർ കുക്കറിൽ ഉള്ളി വഴറ്റിയെടുക്കുന്ന മെത്തേഡ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് കാണാം. 5 മുട്ടയ്ക്കുള്ള റെസിപ്പിയാണ് പറയുന്നത്. അതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 4 പച്ചമുളകും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ എരിക്ക് വേറെ പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോളയുള്ളി നീളത്തിൽ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് കൂടാതെ നമുക്ക് 6-8 ചെറിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. എൻ്റെ വെളുത്തുള്ളി വളരെ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നത്. ഇത് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ്ഡ് ആണ് നമ്മൾ എടുക്കുന്നത്. പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതി, അതിൽ കൂടരുത്. എപ്പോഴത്തെയും പോലെ നമ്മൾ കുക്കറിലാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത്. കുക്കർ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ഏലക്കായും 1 കഷ്ണം പട്ടയും 3 ഗ്രാമ്പുവും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിനായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഉപ്പും 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ സ്റ്റീലിൻ്റെ പ്രഷർ കുക്കർ ആണെങ്കിലോ സ്റ്റവിന് ചൂട് കൂടുതലാണെങ്കിലോ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മീഡിയം ലോ ഫ്ലെയിമിൽ 1 വിസിലും ഏറ്റവും ചെറിയ തീയിൽ 3 വിസിൽ നമുക്കിതൊന്ന് അടിക്കണം. അപ്പം സ്റ്റൗവിൻ്റെ ഏറ്റവും ചെറിയ ബർണറിൽ വേണം നമ്മളിത് വെക്കാനായിട്ട്. അപ്പോൾ ഉള്ളി വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി തേങ്ങാപ്പാലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് മൊത്തം 4 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ വഴണ്ട് നേർത്ത് വന്നിട്ടുണ്ട്. കുറുമ കറികൾ വെക്കുമ്പോൾ നമുക്ക് ഉള്ളി ബ്രൗൺ കളർ പോലെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ നേർത്ത് നല്ല സോഫ്റ്റായിട്ട് വഴണ്ടി കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് കറക്റ്റാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല നിറഞ്ഞ ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂണോളം ഫെനൽ സീഡ് പൗഡർ, അതായത് പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല പോലെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയൊരു മധുരം എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നു. പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ലൂസാക്കി എടുക്കാൻ. ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളം. ഇനി നമുക്കിത് അടച്ചൊരു 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാനായിട്ട്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കാഷ്നട്ട് പേസ്റ്റും തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു 15 കാഷ്യൂസ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കണം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ചൂട് വെള്ളത്തിൽ വേണം നമ്മൾ ഇട്ട് വെക്കാനായിട്ട്. അതിനുശേഷം നമ്മളത് മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് ഈ കാഷ്നട്ട് പേസ്റ്റ്. അതുപോലെ തന്നെ ഒരു ചെറിയ തേങ്ങയുടെ 1/4 ഭാഗത്തോളം പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്, നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. കാഷ്നട്ട് പേസ്റ്റും തേങ്ങാപ്പാലും ചേർത്തതിനോടൊപ്പം തന്നെ നമ്മൾ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ ഇളക്കി വേണം നമ്മളിത് 3ഉം ചേർത്ത് കൊടുക്കാനായിട്ട്. ചെറുതായിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി മല്ലിയില ചേർത്ത് കൊടുത്താൽ മതിയാവും. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്ത് ചേർക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൊച്ചുള്ളിയൊക്കെ ഒന്ന് വറുത്ത് ചേർക്കണം. അതിനായിട്ട് നെയ്യിൽ ചെറിയ തീയിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതുപോലെ വറുത്ത് കോരാം. അതേ എണ്ണയിലേക്ക് തന്നെ വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ്
കൊച്ചുള്ളിയും ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമ ഇവിടെ റെഡിയാവും. നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കറക്റ്റ് സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതിന് മുന്നേ നമ്മളിട്ട പൊട്ടക്കറികൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.